ഹേ ഗായ്സ്, ഇന്നലെ രാത്രി കല്യാണിൽ വന്ന് റൂം എടുത്തായിരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു. മാത്തേറാനിൽ വെച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ 2 കൂട്ടുകാരന്മാരെ പരിചയപ്പെട്ടായിരുന്നു. അവരായിട്ട് ഇവിടെ നിന്ന് റൂം എടുത്ത് 2 റൂം കിട്ടി. ഒരാൾക്ക് 350 രൂപ വെച്ചായി. പിന്നെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ബിരിയാണി കഴിച്ചായിരുന്നു. ഒരാൾക്ക് 120 രൂപയാണ് വന്നത്. പിന്നെ എൻ്റെ ഫോൺ ശരിയാക്കി കൊടുത്തു. പവർ ഓഫ് സ്വിച്ചിനായിരുന്നു കംപ്ലൈൻറ്റ്. അതുകൊണ്ട് അവർ വേറെ പൈസ ഒന്നും വാങ്ങിച്ചില്ല. ശരിയാക്കി റൂമിൽ ഒന്ന് ചാർജ് ഇട്ട് പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. റൂം എടുത്ത ഹോട്ടലിന്റെ സൈഡിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന വഴിയുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. അതിന്റെ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു. അത് എന്തോ പൂജയെന്ന് അറിഞ്ഞൂടാ. അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ സൈഡിൽ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നതുണ്ട്. പിന്നെ അത് പോയി വാങ്ങിച്ച ഒരു ആൽമണ്ട് മിൽക്ക് ആയിരുന്നത്. പിന്നെ അതും കുടിച്ച് അമ്പലം കുറച്ച് നേരം നോക്കി നിന്ന്. അമ്പലം കൊള്ളാം, നല്ല രസമുണ്ട്. എന്തോ പൂജ എന്തോ നടക്കുന്നുണ്ട്. അത് കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ റൂമിലോട്ട് പോയി. നെക്സ്റ്റ് മോർണിംഗ് അല്ല, ഉച്ചയായി. ഉറക്കം എണീറ്റപ്പോൾ ഉച്ചയായി. അങ്ങനെ രാവിലെയാണ് വെക്കേറ്റ് ഉള്ളത്, പക്ഷേ ഉച്ചയ്ക്കാണ് വെക്കേറ്റ് ചെയ്തത്. ഇന്നത്തെ പ്ലാൻ മുംബൈ ഒന്ന് ചുറ്റിക്കറങ്ങണം. ബാക്കിയുള്ള 3 കൂട്ടുകാരന്മാരെല്ലാം പോയി. ഇന്ന് ഞാൻ ഇവനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചു. കാപ്പിയൊന്നും കുടിക്കാൻ നിന്നില്ല. അങ്ങനെ ഇറങ്ങി ഇനി ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുന്ന വഴിയെല്ലാം മഴ കാരണം ചെളിയും അഴുക്കുമായിട്ട് കിടക്കുകയാണ്. ഒരു വൃത്തിയില്ലാത്ത റോഡ്. പിന്നെ കല്യാണിൽ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇരിക്കാനൊന്ന് സീറ്റ് കിട്ടിയത്. അതുവരെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ CSMT റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ. ഇവിടെ നിന്ന് നടന്ന് വെളിയിലോട്ട് ഇറങ്ങണം. കുറച്ച് മുമ്പിലോട്ട് നടന്നപ്പോഴാണ് ഈ സ്റ്റേഷന്റെ വലിപ്പം എനിക്ക് മനസ്സിലായത്. നല്ല വലിയ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഷാറുഖ് ഖാന്റെ റാവൺ സിനിമയിൽ കരീന കപൂറിനെ തട്ടിക്കൊണ്ടുവന്നൊരു സീനുണ്ട്. അതിൽ ട്രെയിൻ ഇടിച്ചു കയറ്റി ഇതിന്റെ വെളിയിലാണ് ഇറക്കുന്നത്. ഇനി ഇതിന്റെ ഫ്രണ്ട് വശം കാണണം. ഇനി ഈ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങണം. അങ്ങനെ നേരെ ഇറങ്ങാനുള്ളതിന് ചുറ്റിക്കറങ്ങി ഇപ്പോൾ ഒരു പാലത്തിന്റെ മണ്ടേ വന്നിരിക്കുകയാണ്. ഇനി ഈ പാലത്തിന്റെ ഇവിടെ നോക്കുമ്പോൾ മുംബൈയുടെ തിരക്കുകൾ കാണാം. ഈ വണ്ടികളും മുംബൈയിലത്തെ ടാക്സികളും പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അതിങ്ങനെ കുറച്ചു നേരം നോക്കി നിന്ന് ഇനി ഇവിടെ താഴോട്ട് ഇറങ്ങണം. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ CSMTയുടെ ഫ്രണ്ട് കാണാം. CSMT റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് എത്തി. ഇതാണ് മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷൻ. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്, അല്ലെങ്കിൽ CSMT എന്നും പറയും. 1887 ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഫെഡറിക് വില്യം സ്റ്റീവൻ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം ഇൻഡോ ഗോത്തിക് ശൈലിയിലെ അത്ഭുത സൃഷ്ടിയാണ്. ആദ്യം ഇതിന്റെ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. 1996 മഹാരാഷ്ട്രയുടെ മഹാനായ രാജാവ് ശിവാജിയുടെ സ്മരണാർത്ഥം പേര് മാറ്റി. പിന്നീട് 2017 ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ആക്കി. ഇവിടെ ഒരു ഛത്രപതി ശിവാജിയുടെ സ്റ്റാച്യുവുമുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ബൃഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ BMC എന്നും പറയും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു സെന്റർ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. നേരെ അങ്ങോട്ട് നടന്നു. ഇന്ന് ഇത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. 18 പ്ലാറ്റ്ഫോം ഉള്ള ഈ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണ്. ഇതിന്റെ നടുക്കുന്ന ഈ തിരക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ. കൂടാതെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണിത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടന്ന് ഒരു കരിമ്പിൻ ജ്യൂസ് കട കണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. 25 രൂപയ്ക്ക് ഒരു വലിയൊരു ഗ്ലാസ്സിൽ കരിമ്പിൻ ജ്യൂസ് തന്നു. അതും കുടിച്ച് പിന്നെ അവിടെ നടന്ന് ഈ ബിൽഡിംഗ് കണ്ടോ. ഈ ബിൽഡിംഗ് ആണ് ഫോർട്ട് ഏരിയയിലുള്ള ടാറ്റയുടെ TCS ഹൗസ്. അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആസാദ് മൈതാൻ. ക്രിക്കറ്റിന്റെ ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചു വളർന്ന മൈതാനം. കൂടാതെ കുട്ടി സച്ചിൻ ഒരു വേൾഡ് റെക്കോർഡ് കൂടി ഇട്ട സ്ഥലമാണ്. 1988 വിനോദ് കംബ്ലിയും സച്ചിൻ ടെണ്ടുൽക്കർ പാർട്ണർഷിപ്പിൽ 664 റൺസ് നേടിയിരുന്നു. അങ്ങനെ ഈ ഗ്രൗണ്ട് കാഴ്ചകൾ കണ്ട് പിന്നെ അവിടെ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാവ് ഗല്ലിയിലാണ്. ഇവിടെ ഞങ്ങൾക്ക് നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടും. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നേരെ നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. പൂച്ചയ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ കുറച്ചു നേരം അതിനെ നോക്കി നിന്ന് അതിന്റെ വീഡിയോ എടുത്ത് പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് മറൈൻ ഡ്രൈവ് എത്തി. ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വന്നു. എന്താ നല്ല കാറ്റ്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇനി ഇതിന്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇത് മൊത്തം 3.6 കിലോമീറ്റർ നീളമുണ്ട്. ഒരു C ഷേപ്പിലാണ് ഇത് കിടക്കുന്നത്. നരിമാൻ പോയിന്റ് മുതൽ ത്രികം ചൗക്പതി വരെ നീളുന്ന വഴിയാണ്. ഇവിടെ കാറ്റും കൊണ്ട് വെറുതെ ഇരിക്കാനും സൈഡിൽ കൂടെ നടക്കാനും നല്ല രസമാണ്. ഇത് വൈകിട്ടാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. പിന്നെ അവിടെ നിന്ന് നടന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു കട കണ്ട്. അവിടെ നല്ല തിരക്ക്. എന്താണെന്ന് നോക്കിയപ്പോൾ ഐസ്ക്രീമിന്റെ ഒരു കടയാണ്. പിന്നെ കയറി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. 100 രൂപയാണ് ഐസ്ക്രീമിന്റെ വില. പിന്നെയാണ് മനസ്സിലായത് ഇത് ഇവിടുത്തെ ഫേമസ് ഐസ്ക്രീം പാർലറാണ്. ഈ ഇടയ്ക്ക് ഇതിന് വേൾഡ്സിലെ 100 മോസ്റ്റ് ഐക്കോണിക് ഐസ്ക്രീം പാർലറിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് 1953 തുടങ്ങിയ ഒരു കടയാണ്. അതുകൊണ്ട് ഇവിടെ ഗൂഗിൾ പേ എടുക്കും, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ഇവർ പറയുന്ന അത്ര ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും കൊള്ളാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. K റസ്തം ആൻഡ് കോ എന്നാണ് കടയുടെ പേര്. പിന്നെ അവിടെ നിന്ന് നടന്ന് കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പോൾ ടാക്സി കിടക്കുന്നുണ്ട്. മുംബൈയിൽ വന്നിട്ട് ടാക്സിയിൽ കയറാതെ പോകുന്ന എങ്ങനെ. അങ്ങനെ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചു. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യ വരെ പോകാൻ. പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയാണ്. അങ്ങനെ കാറിലിരുന്ന് മഴ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
അങ്ങനെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ എത്തി. മഴ ആയതുകൊണ്ട് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരെ കഴിക്കാൻ കയറി. കാശ്മീരി ബിരിയാണി ഓർഡർ ചെയ്ത് 150 രൂപയുടെ. പക്ഷേ സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ്, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത. ഇതിന്റെ അകത്ത് നിറച്ച് അണ്ടിപ്പരിപ്പും ആപ്പിൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് വന്ന്. ഇപ്പോഴും മഴയൊന്നും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും നല്ല മഴയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതിന്റെ അകത്തോട്ട് വിട്ടത് സ്കാൻ ചെയ്തിട്ടാണ്, നമ്മളെ ബാഗ് ഇതെല്ലാം സ്കാൻ ചെയ്തിട്ടാണ് അകത്തോട്ട് വിട്ടത്. 1911 കിങ് ജോർജ് വി ഇന്ത്യയിൽ വന്നതിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇത് അറബിക്കടലിന് തീരത്താണ് ഉള്ളത്. ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ താജ് ഹോട്ടൽ ഉള്ളത്. 1903 തുറന്ന ഈ ഹോട്ടൽ ഇന്ത്യയിലെ ഏറ്റവും ഐക്കോണിക് ഹോട്ടലുകളിൽ ഒന്നാണ്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലും കാണാൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ കുറെ നേരം ഇതിനെ നോക്കി നിന്ന് കുറെ ഫോട്ടോ എടുത്ത്. ഇതിന്റെ ആർക്കിടെക്ട് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ നിന്ന് മടങ്ങി വൈകിട്ട് 4:30 CSMT ഒരു ട്രെയിൻ ഉണ്ട് നാട്ടിലേക്ക്. അവിടെ നേരെ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും എന്റെ ഫോൺ ഓഫ് ആയി പോയി. അങ്ങനെ CSMT പോയി. അവിടെ പോയപ്പോഴേക്കും ട്രെയിൻ നേരത്തെ പോയി. പിന്നെ അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ കയറി പനവേലിലോട്ട് വന്നു. അങ്ങനെ പനവേലിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ എന്റെ ഫോൺ ശരിയാക്കാൻ കൊടുത്ത് കുറച്ചു നേരം ചാർജിനിട്ട് പിന്നെ ഓണാക്കി. സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് ഇനി മാറ്റിയാലേ ഇതും പ്രശ്നം തരത്തുള്ളൂ. അങ്ങനെ ഇവിടെ ആണെങ്കിൽ നല്ല ഹെവി മഴയൊന്നും കാര്യമാക്കാതെ ഇവിടെ ഗണേശ് ചതുർത്ഥി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്താണ് ഇവർ കിടന്ന് ഡാൻസ് കളിക്കുന്നത്, നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച്. നല്ല രസമുണ്ടായിരുന്നത് കാണാൻ. അങ്ങനെ ഇത് കുറെ നേരം നോക്കി നിന്ന്. ഇനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേറെ ട്രെയിനൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ മാംഗ്ലൂർ വരെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ഇനി അതിൽ കയറി പോകണം. ബാക്കി അടുത്ത വീഡിയോയിൽ.